അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം വട്ടം അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ അതിവേഗത്തിലാണ്. അത്യന്തം നാടകീയവും ലോക സാമ്പത്തിക, രാഷ്ട്രീയ, ആരോഗ്യ മേഖലകളെ നിർണായകമായി സ്വാധീനിക്കത്തക്കതുമായ 80ഓളം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിൽ ആദ്യ ദിനത്തിൽ ട്രംപ് തുല്യം ചാർത്തിയത്. ഇതിൽ ഭൂരിപക്ഷവും തന്റെ തന്നെ ഒന്നാം ഊഴത്തിലെ ഉത്തരവുകൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലടക്കം പുറപ്പെടുവിച്ച നിരവധി ഉത്തരവുകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഉത്തരവുകളിൽ പലതും നടപ്പാക്കുന്നതിന് നിയമപരമായ പല കടമ്പകളും കടന്നു കയറേണ്ടതുണ്ട് എന്നതാണ്. ആഗോള സാമ്പത്തിക രംഗത്ത് പുതിയ വ്യാപാര യുദ്ധങ്ങൾക്ക് വഴിമരുന്നിടുന്ന നീക്കങ്ങളാണ് കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തുന്നതിനാണ് പുതിയ നീക്കം. ഫെബ്രുവരി 1 മുതൽ ഈ ഉയർന്ന നിരക്ക് നിലവിൽ വരുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അനധികൃതമായി കുടിയേറുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലൂടെയാണെന്നാണ് പ്രകോപനകരമായ ഈ നീക്കത്തിന് കാരണം. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതായുണ്ട്. കാരണം തീരുവ ഉയർത്തുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്നാണ് ട്രംപിന്റെ ഓഫീസ് നൽകുന്ന വിശദീകരണം. ഇത്തരമൊരു നീക്കം പ്രാവർത്തികമായാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തിരിച്ചടിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ലോക വ്യാപാര രംഗത്ത് അമേരിക്കയുടെ ആധിപത്യം വ്യക്തമായി ഉറപ്പാക്കുന്നതിനുതകുന്ന തന്റെ നിലപാടുകൾ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഏത് രാജ്യത്തു നിന്നും ഇറക്കുമതിക്കും 10 മുതൽ 20% വരെ അധിക നികുതി ചുമത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ലോക വ്യാപാരത്തെ ഏറ്റവും ഭീഷണമായ വിധത്തിൽ സ്വാധീനിക്കുന്ന ഈ നീക്കം അതിവേഗത്തിൽ നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക എന്നത് ഈ നടപടികളെ അതിനിർണായകമാക്കുന്നു. പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം നടത്തിയ പ്രസംഗത്തിലെ ഒരു വാചകം ഇവിടെ ശ്രദ്ധേയമാണ്. തങ്ങളുടെ പൗരന്മാരിൽ നിന്നും അധികം നികുതി ഈടാക്കി മറ്റു രാജ്യങ്ങളെ പോഷിപ്പിക്കുന്നത് തുടരാൻ കഴിയില്ല. പകരം വിദേശ രാജ്യങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തി തങ്ങളുടെ പൗരന്മാരെ സഹായിക്കുമെന്നതാണ് ട്രംപ് പറഞ്ഞത്. ആഗോള വ്യാപാര മേഖലയിൽ ആശങ്ക പരത്തുന്ന ഒരു വെടിപൊട്ടിക്കൽ തന്നെയാണ് ആ വാചകം. ഒന്നാം ഊഴത്തിൽ എന്ന പോലെ ചൈനയുമായി ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് വീണ്ടും ട്രംപ് പോകുമോ എന്നതും നിർണായകമാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് 60% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അമേരിക്ക $1,00,000 കോടി വ്യാപാര കമ്മിയാണ് നേരിടുന്നത്. ചൈനയിൽ നിന്നുള്ള ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് ഇതിന് ആധാരമെന്ന നിഗമനമാണ് ട്രംപ് വച്ചു പുലർത്തുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, ചൈനയുമായി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയുമാണ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുന്നതിനുള്ള ഉത്തരവാണ് വലിയ തിരിച്ചടിയായി മാറുക. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യമാണ് അമേരിക്ക. 2022-23 സാമ്പത്തിക വർഷത്തിൽ $128.4 കോടി അമേരിക്ക നൽകിയത്. സംഘടനയ്ക്ക് ലഭിച്ച മൊത്തം ധനസഹായത്തിന്റെ 18% വരും ഇത്. അമേരിക്കയുടെ സഹായം നിലയ്ക്കുന്നത് സ്വാഭാവികമായും ലോകാരോഗ്യ സംഘടനയെ പ്രതിസന്ധിയിലാക്കും. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കൽ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുടെ പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിൻവാങ്ങുന്നു എന്നതാണ് മറ്റൊരു പ്രധാന ഉത്തരവ്. ആഗോളതാപനം കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ കൂട്ടായി ചെറുക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻകൈയിലുള്ള ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം അമേരിക്കയുടെ സാമ്പത്തിക സഹായം നിലയ്ക്കുന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാകും. 2017 ട്രംപ് ഇതേ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും തുടർന്ന് വന്ന ജോ ബൈഡൻ തന്റെ ആദ്യ ദിനം തന്നെ ഇത് റദ്ദാക്കിയിരുന്നു. ക്യൂബയെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ് മറ്റൊരു വിചിത്ര തീരുമാനം. ബൈഡൻ അധികാരമൊഴിയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ക്യൂബയെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ടാണ് പുതിയ ഉത്തരവ്. ഒന്നാം ഊഴത്തിലും ഇതേ തീരുമാനം ട്രംപ് എടുത്തിരുന്നു. വെനസ്വേലയിൽ ഇടതുപക്ഷ നേതാവ് ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായ കോളാസ് മഡ്രോയെ ക്യൂബ പിന്തുണയ്ക്കുന്നു എന്നതാണ് പ്രകോപനത്തിന് കാരണം. ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ, ട്രാൻസ്ജെൻഡർ സമൂഹത്തെ അപഹസിക്കുന്ന വിധത്തിൽ അവർക്കുള്ള പരിരക്ഷകൾ പിൻവലിക്കൽ അടക്കമുള്ള നിരവധി ഉത്തരവുകളിലാണ് ട്രംപ് ആദ്യ ദിനം ഒപ്പുവെച്ചത്. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുക, മെക്സിക്കൻ അതിർത്തി അടച്ച് മതിൽകെട്ടൽ പുനരാരംഭിക്കുക, ഒപ്പം തെക്കൻ അതിർത്തിയിൽ കുടിയേറ്റം തടയുന്നതിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക തുടങ്ങിയ ഉത്തരവുകളും പുറത്തിറക്കി. സൈന്യം ഉൾപ്പെടെ ചില മേഖലകൾ ഒഴികെ കടമെടുപ്പിന് താൽക്കാലിക നിരോധനം, വർക്ക് ഫ്രം ഹോം അവസാനിപ്പിക്കൽ തുടങ്ങിയ ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ കനത്ത ആശങ്കയും വ്യാപാര മേഖലയിൽ അനിശ്ചിതത്വവുമാണ് ഉയർത്തിയിരിക്കുന്നത്. അത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പിന് കാരണമായി. പുതിയ സാഹചര്യം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആവശ്യം ഉയർത്തി. ആഗോള വിപണിയിൽ ഒരു ഔൺസ് സ്വർണത്തിന്റെ നിരക്ക് $2,751 ഉയർന്നപ്പോൾ കേരളത്തിൽ വിപണി ചരിത്രം കുറിച്ചു. ഇതാദ്യമായി പവന് 60,000 കടന്നു. 60,200 ബുധനാഴ്ച രേഖപ്പെടുത്തിയത്. ട്രംപിന്റെ നീക്കങ്ങൾ വീണ്ടും സ്വർണ്ണവില ഉയർത്തുമെന്ന അനുമാനമാണ് മാർക്കറ്റിലുള്ളത്. ഇന്ത്യൻ രൂപയുടെ തകർച്ച കൂടുതൽ രൂക്ഷമാവുകയാണ്. ഒരു ഡോളറിന്റെ നിരക്ക് 86.41 എന്ന റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നു. ക്രൂഡ് ഓയിൽ വില ഉയരുന്ന സ്ഥിതിയും ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്.
കുരയാണ് കൂടുതൽ, കടി കുറവ്. ട്രംപിന്റെ ഉത്തരവുകൾ വിശകലനം ചെയ്തുകൊണ്ട് ഇക്കണോമിക് ടൈംസ് ദിനപത്രം പ്രസിദ്ധീകരിച്ച വിശകലനത്തിന്റെ തലക്കെട്ട് എത്ര വ്യാപ്തിയുള്ളതെന്ന് അറിയാൻ കാത്തിരിക്കണം.